ഇല്ല, എന്താ? ഇവിടെ ഗുഡ് നൈറ്റ് ആണ്. അതെ 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 അതെ. ഇവിടെ ഗുഡ് എങ്ങനെയുണ്ട് മോർണിംഗ്. ഷോയൊക്കെ? ഷോയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാം നന്നായിട്ട് നടന്നു. ഉച്ചക്ക് ഓക്കെ. എങ്ങനെയുണ്ട്? How are you? ഇടക്കിടക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചില Okay. റീൽസ് കട്ട്സ് ഒക്കെ, എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പൊളിക്കുന്നുണ്ട്. ഏ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാവോ? ഞാൻ ചോദിച്ച ഹൗ ആർ യു എന്ന്. അത് കട്ടായി പോയി, അവിടെ ഫ്രെയിം ബ്രേക്ക് ആയി പോയി. ഐ എം ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. ഞാനൊരു ട്രിപ്പ് ഒക്കെ ഇപ്പൊ എവിടെയുള്ള ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞല്ലേ? ഞാൻ 3rd തിരിച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് യുഎസിലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്, നോക്കാം. ആ, ഉച്ചക്ക് കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാൾ ദുബായ് ചിലപ്പോ കാണുന്നു, തിയേറ്റർ കിട്ടെങ്കിലും ഉണ്ടാവും. ഒരാൾ ദുബായിൽ കാണുന്നു, ഒരാൾ യുഎസിൽ കാണുന്നു. അതെ, ഇതൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ അതെ. കുറെ നാളത്തെ കഷ്ടപ്പാട് ഉത്ഥാനം ഒക്കെയാണ്. നടക്കുന്നു. എന്തായാലും ഒരുപാട് നാളെ കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, തീർച്ചയായിട്ടും നമ്മളൊന്നിച്ചുള്ള സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, പരിപാടിയില്ല. പക്ഷേ ചാക്കോച്ച വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞു. വളരെ വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. പ്രതീക്ഷയുണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. ഒരു വേറെ പലതൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളത് തന്നെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മുടക്കെങ്കിലും ലാഭം ചേർത്ത്, എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്തം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാന്നുള്ളത്. പിന്നെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതൊരു അതെ, എന്താണ് ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ ആവണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടുതൽ പണി. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ അല്ലേ ഇത്തരം സിനിമകൾ? നമുക്കും പറ്റും. പക്ഷെ ഇത് ഇനി അങ്ങോട്ട് തുടരണമെങ്കിൽ ഇതിന്റെ ഫലമനുസരിച്ചിരിക്കും. പൊളിയുണ്ട്. നമ്മുടെ കണ്ടന്റ് വൈസും അതിന്റെ മേക്കിംഗ് വൈസും അത് മാത്രമല്ല, ഈ സിനിമ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്കെതിരായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ വെളിയിലുള്ള കഥകൾ മാത്രമല്ല, അത് തോന്നില്ല, പലതരത്തിൽ, പല രൂപത്തിൽ. പുതിയ ടെക്നോളജി വളരുന്നതനുസരിച്ച് അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിന് പിന്നെ ബോംബ് വരെ, ആറ്റോമിക് എനർജി വരെ നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാരെ കൊണ്ട് ബോംബ് ഉണ്ടാക്കി അതിനെ എങ്ങനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ്. അതെ, എസ്പെഷ്യലി മെയിൻലി ചിൽഡ്രൻ, കുട്ടികൾ. ബോബൻ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിലെ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ? പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ പ്രകാശ് 1 മില്യൺ മുകളിലായി കഴിഞ്ഞു. യുഎസിലാണോ കാണുന്ന പടം? പിന്നെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. ഇത് രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 അപ്പൊ നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ള ഒരു സിനിമ, ഇതെന്താണ് അവര് ചെയ്തിരിക്കുന്നതൊക്കെ അറിയാൻ മറ്റു പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം നമുക്ക് എവിടെ കാണുന്നത്? ഞാൻ ഇന്ന് നാളെ രാവിലെ പ്രൊഡ്യൂസർ ദുബായിക്ക് യു ആർ ഓൾസോ കമ്മിങ്? നോ, ദുബായ്. എന്താ വാട്ട് ഈസ് ദിസ് മാൻ? ഞാൻ ബാംഗ്ലൂരിലെ മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. മലയാളികൾ മാത്രമല്ല, എല്ലാവരും കൂടി. ഒരാൾ ദുബായിലെ, ഒരാൾ അമേരിക്കയിലെ, ഒരാൾ ബാംഗ്ലൂര്. ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദ് നമുക്ക് എറണാകുളത്ത് വിടാം. അല്ല, കുഞ്ചാമ എന്റെ കൂടെ വരുന്നത് ഇങ്ങനെ എന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് പറയുന്നത്. ഞാൻ നാളെ ഹോളിഡേ അല്ലേ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. അതാണ് ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട്
ഓക്കെ ഓക്കെ. എന്നാ അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ തിയേറ്ററിൽ ഇപ്പൊ കണ്ടാൽ മതി, ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചോ അല്ലേ? ഞാനോ? ഇല്ല കഴിച്ചിട്ടില്ല. അല്ലല്ല, ഇത് നമ്മുടെ സിനിമ തമിഴിലും എല്ലാം റിലീസ് ഉണ്ടോ? തമിഴ്, തെലുങ്ക്? ഭാഷ നമ്മൾ അടുത്ത വീക്കിലുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം മലയാളം എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ ഓഹോ. നോക്കിയപ്പോ എന്താണ് അസർബൈജാൻ അല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഏതൊരു സ്ഥലത്ത് ഒരു തിയേറ്റർ കളിക്കുന്നു. അപ്പൊ നമ്മുടെ ബ്രിട്ടാസൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവിടത്തെ തിയേറ്റർ കളിക്കുന്നു. ആണല്ലേ? മലയാളികളുണ്ടായി. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു എല്ലാം സെൻസറായി വരാൻ. ഓഹോ. അത് കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം വന്നിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് കാണാൻ ഒരു സമയം അല്ല, കൊടുക്കും. ഞാൻ എന്താ ചോദിച്ചാൽ, ഞാനിവിടെ അതിന്റെ ട്രെയിലർ കണ്ടു പല ഭാഷയില്, തെലുങ്ക് അല്ലേ? ആ നേരത്തെ ഇറങ്ങിയാണ് ട്രെയിലറിലൊക്കെ നേരത്തെ ഇറങ്ങി. ഈ കൂടെ ഇപ്പൊ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്റെ അറിവിൽ ഒരാഴ്ച കൊണ്ട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നു. നമ്മുടെ മഹേഷ് തീർച്ചയായിട്ടും എല്ലാ ലാംഗ്വേജിലും വേണം. കാര്യം ഒരുപാട് പേർക്ക് ഇത് കാണാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പലരും ഇത് സബ്ടൈറ്റിലോട് കാണുന്നവരായിരിക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. മഹേഷ് നാരായണനെ ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ എല്ലാവരും ഭയങ്കര സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ വലിയ കാര്യമല്ലേ? പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ, അതുക്കും മേലെ അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വലിയ സിനിമയുടെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ അതിന് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായി ഇതുകൊണ്ട് എഫർട്ട് ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് സിനിമയ്ക്ക് ഒരു പുതിയ കാലം ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടെയാണ്. ഇല്ലാത്ത സിനിമ എടുക്കാനാണെങ്കിൽ അതല്ല, പക്ഷെ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ കാലം, ഒരു പുതിയ മുഖം, പുതിയ ഞാൻ എനിക്കത് അത്രയും പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ മമ്മൂട്ടിക്ക് എവിടെയൊക്കെയാ പോയി ഷൂട്ട് ചെയ്യിക്കുന്നല്ലേ? ഷാർജ, അസർബൈജാൻ. അതെ, അസർബൈജാനൊക്കെ നല്ല കൊടും തണുപ്പായിരുന്നു. UK, ശ്രീലങ്ക നിങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമ്മളെ അതിന്റെ സൈഡ് വരെ കൊണ്ടുപോയി, മറ്റിടത്തൊക്കെ നിങ്ങൾ പോയി. പിന്നെ എറണാകുളത്ത് സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? ആവർത്തിച്ച് പറയുന്നുണ്ടേ. എവിടെയാണ് എങ്ങനെയാണെന്നുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ രീതിയിലാണ് നമ്മള് മഹേഷും അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പറയുമ്പോ എല്ലാം എവിടെ എടുത്താന്ന് പറയാൻ കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ശരിക്കും പോയിട്ടുണ്ടോ. യുകെയിലൊക്കെ ഫൈറ്റ് സീക്വൻസ് നമ്മൾ കണ്ടില്ല. ആരും കണ്ടു. ഞാൻ ഇപ്പൊ പറയാം, ആ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ ആക്ഷൻ ഇസ് വെരി ഗുഡ്. മറ്റേ ആ ഹോസ്പിറ്റൽ എത്ര നേരം എടുത്തു. നിങ്ങളുടെ ക്ലൈമാക്സ് പറഞ്ഞെടുക്കാം. നമുക്ക് പക്ഷേ പറയാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വന്നു പോകുന്ന പുറത്തേക്ക്. മമ്മൂട്ടിക്ക് അതെല്ലാം കണ്ടു. ഞാൻ എന്റെ പോർഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് കാണുന്ന, ഈ സ്ഥലത്തൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് കാണുന്ന. നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല, അതിന് മിസ്സിങ്. ഇല്ല, വരുന്നില്ല. അവനൊക്കെ തപ്പിയെടുക്കാൻ പറ്റിയ പാടാ. അത് വരുന്നുണ്ടല്ലോ. ഇല്ല. കുറെ സെന്ററുകളുണ്ട് എല്ലായിടത്തും ലോകവ്യാപകമായി. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് ഞാൻ. ശരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അത് കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞോളൂ. ഇല്ലില്ല, ഞാൻ ഒരു പ്രേക്ഷകന്റെ പ്രതിനിധി മാത്രമാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചോദിക്കും, പറയാം. പുള്ളിയോട് ആദ്യം ചോദിക്കും. നല്ല കമന്റുകളൊക്കെ ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയോട്? ഞാൻ കമന്റുകളൊന്നും കാണുന്നില്ല. ശരിയാണല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് അവരോട് മുക്തേന്ന് ആരോട് ചോദിക്കുന്നുണ്ട്. ഒരു ഹായ് മാത്രം കാണുന്നുണ്ട് ഞാൻ. അതല്ലാതെ കുറെ ഉണ്ട്. ആണോ? കാണാൻ പറ്റുന്നില്ല. ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഹൈ ഒക്കെ റോൾ ചെയ്ത് പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. സാധാരണ നമ്മൾ ഇൻസ്റ്റാ ലൈവ് വരുമ്പോൾ ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പോ മൈ നെയിം ഈസ് ജോസഫ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. കണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ലാലേട്ടൻ ഹൈ തരുമെന്ന് ചോദിച്ചാൽ ഹൈ കൊടുക്കും.
ഹായ് 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 ഹായ്